നിരീക്ഷകർക്ക് മുന്നിൽ തങ്ങളാണ് വലുത് എന്നറിയിക്കാനുള്ള നീക്കമാണ്. നിരീക്ഷകർ വിമാനത്താവളത്തിൽ എത്തുമ്പോൾ ശക്തി പ്രകടനം നടത്താനൊരു ആഹ്വാനം കൂടി പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നതാണ് അമൽ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ ഗ്രൂപ്പുകളാണ് വിമാനത്താവളത്തിൽ ആളെ കൂട്ടാനൊരുങ്ങുന്നത്. ആർ ശ്രീജിത്തുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായിട്ട്. ശ്രീജിത്ത്, ഈ നിലയിൽ ഒരു പരസ്യമായ ഒരു വിഴുപ്പലക്കലിലേക്ക്, അത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്കൊക്കെ അണികൾ പോയാൽ അത് ഈ വിജയത്തിന്റെ മാറ്റു കുറയ്ക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. മുഖ്യമന്ത്രി ആരെന്നുള്ളതിൽ ഒരൊറ്റ പേരിലേക്ക് എത്താൻ സാധിക്കാതെ ഇങ്ങനെ തെരുവിൽ കിടന്ന് പരസ്പരം പോർവിളിക്കുന്ന രീതിയിലേക്ക് പോവുകയാണോ കാര്യങ്ങൾ? അമൽ, അത് തെരുവിൽ കിടന്ന് പോർവിളിയുടെ സ്വഭാവത്തിലല്ല അത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 6:30 വിമാനത്തിലാണ് ഡൽഹിയിൽ നിന്ന് നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും തിരുവനന്തപുരത്ത് എത്തുന്നത്. അതേ വിമാനത്തിൽ തന്നെയാണ് മുൻ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഒരാളുമായ രമേശ് ചെന്നിത്തലയും എത്തുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് സ്വീകരണം ഒരുക്കുന്നു എന്ന നിലയിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ചെന്നിത്തല ബ്രിഗേഡ് ആളെ കൂട്ടുന്നത്. അതായത് ആളുകൾക്ക് നൽകിയിരിക്കുന്ന സന്ദേശം ചെന്നിത്തലയെ സ്വീകരിക്കാനായി വൈകുന്നേരം എയർപോർട്ടിലേക്ക് എത്തണമെന്നുള്ളതാണ് കോൺഗ്രസ് അണികൾക്ക് ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുന്നവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. വി ഡി സതീശന് അനുകൂലികളാകട്ടെ അവിടെ ഒരു ശക്തി പ്രകടനത്തിന് ഒരുങ്ങുന്നു പറയുമ്പോൾ ഈ ഹൈക്കമാൻഡ് നിരീക്ഷകർക്ക് മുന്നിൽ ഇവർക്കൊക്കെ പിന്തുണയുണ്ട് ഇവിടെ എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എന്തായാലും വൈകുന്നേരം 6:30 തിരുവനന്തപുരം വിമാനത്താവളം ഒരു ശക്തി പ്രകടനത്തിന് വേദിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആഹ്ലാദ പ്രകടനത്തിന്റെ രൂപത്തിലായിരിക്കും അവതരിപ്പിക്കുക. എന്നാൽ അതിന് പിന്നിൽ ലക്ഷ്യം ശക്തി പ്രകടനം തന്നെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.